ഹലോ എവ്രി വൺ. ഇന്ന് ശിവരാത്രി സ്പെഷ്യലാണ്. ഇന്ന് മറ്റേ മദർ ഇൻ ലോൻ്റെ ഡെത്ത് ആനിവേഴ്സറിയും കൂടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ചേർന്ന് പാലക്കാട് പൂടൂരിൻ്റെ അടുത്തുള്ള അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് മറ്റേ ബലിതർപ്പണം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളിതപ്പോൾ ശോഭ ചേച്ചി, അതായത് എൻ്റെ രണ്ടാമത്തെ നാത്തൂൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഗെറ്റ് ടുഗെദർ വെച്ചിരിക്കുന്നത് ഉച്ചയൂണിന്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലൊരു ക്ഷേത്രമാണ്. ഇവിടെ ഇവർക്ക് തന്നെ ഗോശാലയുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ചെറിയ കിടാവ് നമ്മുടെ അടുത്ത് ഇങ്ങനെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ഇനിയൊന്നും നല്ല ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പിന്നാലെ ഓടിക്കൊണ്ട് വരികയാണത്. ഇപ്പോൾ ഞങ്ങളിത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അഞ്ചുമൂർത്തി ക്ഷേത്രം. നമ്മൾ നേരെ പോയി കഴിഞ്ഞാലാണ് അവിടെ ഒരു സ്ഥലമുണ്ട്. പുഴയുടെ അടുത്തായിട്ട് തന്നെയാണ് അവർ ഈ ക്രിയകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതും ചെയ്യാനായിട്ടും ഒക്കെ ഉള്ളത്. കണ്ടില്ല, ഇവിടെയാണ് ആ ഗോശാല ഉള്ളത്. കണ്ടില്ലേ, അവിടെ പശുക്കളൊക്കെ നിൽക്കുന്നുണ്ട്. ഈ കുട്ടി ഇങ്ങനെ ഓടി വരുന്നുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നല്ല രസമാണ് ഈ സ്ഥലം കാണാനും. തിരക്കും ഉണ്ടായിരുന്നു. ഒന്ന് ശിവരാത്രിയുമല്ലേ, അപ്പോൾ തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രാവിലെ ഒരു 8:30-9 മണിയോടുകൂടി നമ്മൾ ഇപ്പോൾ ഇതാ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൂടൂർ ബ്രിഡ്ജാണ്. ഇതിപ്പോൾ കോട്ടായിൽ നിന്ന് നമ്മൾ മറ്റേ പാലക്കാടേക്ക് വരുന്ന വഴിയാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ വഴിയിലേക്ക് ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട്. അവിടെയും നല്ല വിശേഷമൊക്കെ തന്നെയാണ്. പൂജയും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് കാണാം നമുക്ക്. ഇന്ന് പിന്നെ വിശേഷപ്പെട്ട ദിവസമാണല്ലോ, ശിവരാത്രിയല്ലേ. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു അമ്പലം, ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് അമ്പലങ്ങളിലൊക്കെ നല്ല തിരക്ക് തന്നെയാണ്. എസ്പെഷ്യലി ശിവൻ്റെ അമ്പലത്തിൽ ഡെക്കറേഷൻ ലൈറ്റും ഒക്കെ ഉണ്ട്. നമ്മളിതിപ്പോൾ ടൗൺ എത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡ് കാണാം. KSRTCയുടെ ബസ് സ്റ്റാൻഡാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ നാത്തൂൻ്റെ വീടെത്തി. അപ്പോൾ ഷോപ്പ് ചേച്ചി കറികളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ വട ഉണ്ടാക്കുകയാണ്. പരിപ്പ് വടയും പായസവും അതേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി. അപ്പോൾ അത് ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ചെറിയൊരു സദ്യ, അവിയൽ, പിന്നെ ഇഞ്ചി തൈര്, പിന്നെ സാമ്പാർ, പപ്പടം, ചോറും റെഡി ആയിട്ടുണ്ട്, ക്യാബേജ് തോരൻ, പിന്നെ ഓലൻ, വട, പായസവും ഉണ്ട്. എല്ലാം അങ്ങനെ റെഡിയായി. പിന്നെ ആദ്യം നമ്മളിതാ ആണുങ്ങൾക്കൊക്കെ ചോറ് വിളമ്പി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളും കഴിക്കാനിരുന്നത്. പിന്നെ നമ്മളൊരു ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഗെറ്റ് ടുഗെദറിൻ്റെ ഒരു ഫോട്ടോ അതുമൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് വൈകുന്നേരം ചായയൊക്കെ കുടിച്ച ശേഷം ഞങ്ങൾ കോട്ടായിലെ തിരുവനാട്ട് അമ്പലത്തിലേക്കാണ് പോയത്. ഇതും ശിവൻ്റെ അമ്പലമാണ്, വിശേഷപ്പെട്ട അമ്പലമാണ്. അപ്പോൾ ഇത് സന്ധ്യാസമയമാണ്. ഭഗവാന് കുറേ അഭിഷേകമൊക്കെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ഇളനീർ വെച്ചിട്ടുള്ള അഭിഷേകം, അതൊക്കെ കണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ രാത്രിത്തേക്ക് ഞങ്ങൾക്ക് ഡിന്നറും ഉണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് തന്നെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെയും തൊഴുത ശേഷം ഞങ്ങൾ പിന്നെ പോയത് മാരിയമ്മൻ കോവിലാണ്. അവിടെയും നല്ല വിശേഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി, അവിടെയും നമുക്ക് പോയിട്ട് തൊഴാമെന്നും പറഞ്ഞിട്ട് മാരിയമ്മൻ കോവിലിലേക്കാണ് പോകുന്നത്. തിരക്ക് ഒരുവിധമൊക്കെ കുറഞ്ഞ് വന്ന് തുടങ്ങി. അവിടെ ഞങ്ങൾ പോകുമ്പോഴത്തേനും ഒരു 7:45, 8 ആയി. ലൈറ്റിങ്സ് ഒക്കെ അവർ റോഡ് സൈഡിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അവിടെയും നന്നായിട്ട് ദേവി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു മാരിയമ്മനെ. സൈഡിലൊക്കെ റോഡ് സൈഡ് വെൻഡേഴ്സും ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഉത്സവം വരുമ്പോഴല്ലേ അവർക്കും വരുമാനം കിട്ടുക. അപ്പോൾ അങ്ങനെ മാരിയമ്മൻ കോവിലും ഇതാ ഞങ്ങൾ കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെയും കയറി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഇനി തിരിച്ച് മടങ്ങി വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ തൊഴലൊക്കെ കഴിഞ്ഞു. നല്ലൊരു സന്തോഷം. ശിവൻ്റെ അമ്പലത്തിലും തൊഴുതു.
പിന്നെ മറ്റേ മാരിയമ്മനെയും തൊഴുതു. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടായിൽ തന്നെ ഇനിയൊരു ശിവൻ്റെ അമ്പലമുണ്ട്. ഇതിപ്പോൾ അവിടുത്തെ തിരക്കാണ്. എത്രയോ ആൾക്കാരെ കണ്ടില്ലേ. അവിടെ ഡാൻസ് ഷോ ഒക്കെ ഉണ്ട്. രാത്രി ചിലപ്പോൾ ഉറക്കമൊഴിച്ചിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും ഈ ദിവസം തന്നെ ഞങ്ങൾക്ക് 3 അമ്പലവും തൊഴാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷവുമായി. ഇപ്പോൾ ഞങ്ങളിതാ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തതും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.